ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ കൂർക്ക നമുക്ക് പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും കൂർക്ക വലിയ ഇഷ്ടമാണ്, പക്ഷെ അത് നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടിന് മിക്കപ്പോഴും നമ്മളതങ്ങ് അവോയ്ഡ് ചെയ്യും വയ്ക്കാനായിട്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക നന്നാക്കി കഴിഞ്ഞാൽ കയ്യിലൊക്കെ കറിയാവും. അപ്പോൾ അതൊക്കെ മിക്കവർക്കും മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ കയ്യിൽ കറിയൊന്നും ആവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നന്നാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണേ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇത് കൂർക്ക റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പഴയ എന്തെങ്കിലും തുണി, ഒന്നില്ലെങ്കിൽ പഴയ ബനിയനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി ഉറപ്പുള്ളൊരു പീസ് എടുക്കുക. പഴയ എന്തെങ്കിലും തുണി ഉണ്ടാവും, ബെഡ്ഷീറ്റ് കീറിയതോ അങ്ങനെ ഏതെങ്കിലും ഒരു കഷ്ണം, എന്നിട്ട് ഇതുപോലെ കിഴി കെട്ടണം. അതിലേക്ക് കൂർക്ക വെച്ചിട്ട് ഇതുപോലെ കിഴി കെട്ടണം. എന്നിട്ട് റഫായ സ്ഥലത്ത്, ഇത്തിരി പരുക്കനായ സ്ഥലത്ത്, ഇപ്പം മുറോ വട്ടമുറോ ഇതുപോലത്തെ മുറോ ഉണ്ടല്ലോ അരിയൊക്കെ ചേട്ടന, അതോ അതല്ലെങ്കിൽ പരുക്കനിട്ടാണ് സ്ഥലം ഉണ്ടല്ലോ അതല്ലെങ്കിൽ കയറിൻ്റെ കാർപ്പറ്റൊക്കെ ഉണ്ടല്ലോ, അതിന് മേലെ ഇതുപോലെ നമ്മൾ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. കിഴി എപ്പോഴും നല്ല ലൂസായി തന്നെ കെട്ടണം. കൂർക്ക അങ്ങനെ ടൈറ്റായിരിക്കാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഈ റഫായിരിക്കുന്ന സ്ഥലത്ത് അടിച്ചാൽ മാത്രമേ കൂർക്കയുടെ തൊലിയൊക്കെ ഇങ്ങോട്ട് ശരിക്കും വിട്ടു പോരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ. മറ്റേതാണെങ്കിലും നമ്മളിപ്പോൾ ടൈലിലൊക്കെ അടിച്ചാലും തൊലിയൊക്കെ വിട്ടു പോരും, പക്ഷെ ഇത്തിരി സ്ലോവിലേ ആയിരിക്കുള്ളൂ എന്ന് മാത്രം. ഇതുപോലുള്ള റഫായ സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ തൊലിയൊക്കെ പോയി. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ വേരൊക്കെ ഉള്ള സ്ഥലത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിങ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൂർക്കയുടെ തൊലി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെ തൊലി മൊത്തം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലത്തെ ആ തൊലി മണ്ണൊക്കെ മാറ്റിയിട്ട് കൂർക്ക ഇതേപോലെയുള്ള അരിപ്പയുണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ കഴുകി വാല വയ്ക്കുന്ന ഇതുപോലത്തെ കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊട്ടയുടെ ഉൾവശവും നല്ല പരുക്കനായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കൊട്ടയിൽ. പള്ളിക്കൊട്ടയുണ്ടല്ലോ, നമ്മുടെ ഈറ്റ മുളയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കൊട്ട, അതായാലും നല്ലതാണ്. അപ്പോൾ ശരിക്കും ഉണ്ടാവും മൊരിയൊക്കെ അതിൻ്റെ ആ തൊലിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഈ കൊട്ടയിലിട്ടിട്ട് പതുക്കെ ഒന്ന് നിരടി കൊടുക്കുക. അപ്പം ബാക്കിയുള്ള തൊലിയും കൂടി പോയി കിട്ടും. ഇതുപോലെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ മരുന്ന് അഴുക്ക് അപ്പോൾ തന്നെ അങ്ങ് പോയി പോകും. അപ്പോൾ നോക്കി കൂർക്ക എത്രമാത്രം ഇത്രയും കൂർക്ക നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ എത്ര സമയം നമുക്ക് എടുക്കേണ്ടി വരും. ഇതൊരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ ആയി കിട്ടും. അപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് കൊട്ടയിലിട്ടൊന്ന് ഉരച്ച് ബാക്കിയുള്ള തൊലിയും കൂടി അങ്ങോട്ട് പറ്റാവുന്ന അത്ര തൊലി നമ്മൾ കളഞ്ഞെടുക്കുക ഇതേപോലെ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കത്തി ഉപയോഗിച്ച് കളഞ്ഞാൽ മതിയല്ലോ. ഇപ്പം നല്ല കളർ വെച്ച് കൂർക്ക, അതിൻ്റെ തൊലി മൊത്തവും പോയി കിട്ടി. ഇനി നമുക്ക് ഉണ്ടോ ഇതുപോലെ വീഴ്ചയൊക്കെ നോക്കി മുഴുവനായിട്ട് ചിലതിൻ്റെയൊക്കെ മുഴുവനും പോകുന്നത് വേരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ്. പിന്നെ ഇതുപോലെ വാടിയ കൂർക്കയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ പോകാൻ ബുദ്ധിമുട്ട്. ബാക്കിയുള്ള കൂർക്കകളൊക്കെ ശരിക്കും മുഴുവനായിട്ടും തന്നെ തൊലി പോയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രമേ നമുക്ക് തൊലി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ബാക്കി അതിനുള്ള വേരും അതൊക്കെ അങ്ങ് കളഞ്ഞ ആ എക്കിലുള്ള ഇത് വേഗം നമുക്ക് ഇതൊന്ന് അതിൻ്റെ വേരും അതുപോലെ ഇപ്പോൾ തൊലി പോവാത്ത സ്ഥലങ്ങളിലെ തൊലിയൊക്കെ അങ്ങ് കളഞ്ഞെടുക്കാം. വേഗം തന്നെ ആയി കിട്ടും. കണ്ടോ എത്ര ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നൊരു അല്പം പോലും കറ പോലും ആവുന്നില്ല. ഇനിയിപ്പോൾ ഒത്തിരി തൊലിയുള്ള കൂർക്കയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ട് നമ്മൾ നന്നാക്കിയാൽ മതി കൂർക്ക. അപ്പോൾ നമ്മുടെ കയ്യിൽ കറയൊന്നും പിടിക്കില്ല. വേഗം നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് കാരണം തൊലിയൊന്നും അധികം ഇല്ലല്ലോ, ഉള്ള കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ കുഴി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂർക്ക മുഴുവനും റെഡിയായി കഴിഞ്ഞ് ഇനി നമ്മൾ അതൊന്ന് ശരിക്കും കൈ കൊണ്ട് തിരുമ്മി ആ മോൾവശമൊക്കെ ഒന്ന് കഴുകിയെടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് നമ്മുടെ കയ്യിലോ നഖത്തിലോ ഒരല്പം പോലും കറ പിടിച്ചിട്ടില്ല.
അപ്പോൾ എല്ലാവരും ഇനി കൂർക്ക റെഡിയാക്കുമ്പോൾ ഇതേപോലെ ചെയ്യുക, പെട്ടെന്ന് തന്നെ തീരും. ചെയ്ത് കയ്യിലും നഖത്തിലൊന്നും കറ പിടിക്കാതെ തന്നെ നമുക്ക് കൂർക്ക പെട്ടെന്ന് നന്നാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരാം. താങ്ക് യു.